ഇന്ന് +1 കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 14 എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ നമുക്ക് 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ, അതിൽ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ആസിഡ് റെയിൻ, സ്മോഗ്, ഇത്രയും ടോപ്പിക്സാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ വാട്ടർ പൊല്യൂഷൻ, അവിടെ നമുക്ക് BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഗ്രീൻ കെമിസ്ട്രി. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറേ ജനറൽ ടോപ്പിക്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുറേ ടോപ്പിക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ദ ടേം എൻവയോൺമെൻറ്റ് ലിറ്ററലി മീൻസ് സറൗണ്ടിങ്. എല്ലാവർക്കും അറിയാലോ, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സറൗണ്ടിങ് ആണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ദ ഫോളോയിങ് 4 മേജർ കമ്പോണൻസ്. അതിൽ 4 കമ്പോണൻസ് ആണുള്ളത്: അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. അതിൽ എൻവയോൺമെൻറ്റ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കെമിക്കൽ ഫിനോമിന ഒക്കറിങ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനയെ കുറിച്ചാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. That is the study of origin, transport, reactions, effects and fates of chemical aspects in the environment. Chemicals നമ്മളുടെ പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ, അതിൻ്റെ ഭാവിയിലുണ്ടാവുന്ന എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഈസ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ. Environment pollution is the effect of undesirable changes in our surroundings that have harmful effects on plants, animals and human beings. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ചേഞ്ച് നമ്മളുടെ സറൗണ്ടിങ്ങിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ എന്ന് വിളിക്കാം. ആൻഡ് ദാറ്റ് ചേഞ്ച് ഈസ് ഹാംഫുൾ ഫോർ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. എ സബ്സ്റ്റൻസ് വിച്ച് കോസ് പൊല്യൂഷൻ ഈസ് നോൺ ആസ് പൊല്യൂട്ടൻറ്റ്. പൊല്യൂഷന് കാരണമായ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കാം. പൊല്യൂട്ടൻസ് ക്യാൻ ബി solids, liquids or gaseous substance present in greater concentration than natural abundance or are produced due to human activities or due to natural phenomenon. അപ്പോൾ ഈ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് സോളിഡ്സ് ആവാം, ലിക്വിഡ്സ് ആവാം, അല്ലെങ്കിൽ ഗ്യാസസ് ആവാം. അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളുടെ പ്രകൃതിയിൽ പറഞ്ഞ പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാലാണ് നമ്മളിതിനെ പൊല്യൂട്ടൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ, അതാണ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. എയർ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡീഷൻ ഓഫ് അൺഡിസൈറബിൾ മെറ്റീരിയൽസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഐദർ ഡ്യൂ ടു നാച്ചുറൽ ഫിനോമിന ഓർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ ദ എർത്ത് വിച്ച് അഡ്വേഴ്സ്ലി എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ എയർ ആൻഡ് ഹെൻസ് എഫക്ട് ദ ലൈഫ് ഓൺ the earth. It is also known as atmospheric pollution. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അൺഡിസൈറബിൾ മെറ്റീരിയൽസ് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാവാം. ആ ആക്ടിവിറ്റീസ് കാരണം നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ അൺഡിസൈറബിൾ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാലാണ് നമ്മളതിനെ അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ ഈസ് ജനറലി സ്റ്റഡീഡ് ആസ് ട്രോപ്പോസ്ഫെറിക് ആൻഡ് സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾക്ക് 2 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ, ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് എക്സീഡ്സ് അപ് ടു ദ ഹൈറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 10 കിലോമീറ്റർ ഫ്രം ദ സീ ലെവൽ. അതായത് ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ ഉള്ളൊരു സ്ഫിയറിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളുടെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. അപ്പോൾ എബവ് ദ ട്രോപ്പോസ്ഫിയർ ബിറ്റ്വീൻ 10 to 50 കിലോമീറ്റർ എബവ് സീ ലെവൽ ലൈസ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മളുടെ ഓസോൺ ലെയർ ഒക്കെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ പ്രസൻറ്റ്
presence of undesirable solids or gaseous particles in the air. The following are the major gaseous particulate pollutants present in the ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഗ്യാഷ്യസ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ സോളിഡ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയാം. അതിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് ഉണ്ട്. ദീസ് ആർ ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഹൈഡ്രോ കാർബൺ, ഓസോൺ ആൻഡ് അതർ ഓക്സിഡൻസ്. അപ്പോൾ ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരിക ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ട്, പിന്നെ ഹൈഡ്രോ കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഓസോൺ ആൻഡ് അതർ ഓക്സിഡൻസ്. എന്നാൽ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് വേറെ ഉണ്ട്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസും ഉണ്ട്, പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും ഉണ്ട്. പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ മൈന്യൂട്ട് ഡസ്റ്റ് അല്ലെങ്കിൽ മിസ്റ്റ്, ഫ്യൂം, സ്മോക്ക് ഓർ സ്മോഗ്. സ്മോഗ് എന്ന് പറയുന്നത് സ്മോക്ക് ആൻഡ് ഫോഗ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും ഒരു കോമ്പിനേഷനാണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പോൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് പറയുന്നത് ഈ ഒരു ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് അല്ലാത്ത വിഭാഗത്തിൽ വരുന്നതാണ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്. അത് ഡസ്റ്റ് ആവാം, ചെറിയ ചെറിയ പൊടിപടലങ്ങളാവാം, മിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂംസ് ആവാം, സ്മോക്ക് ആവാം, അല്ലെങ്കിൽ സ്മോഗ് ആവാം. ഇവിടെ നമ്മൾ ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആണ്. Oxides of sulfur are produced when sulfur containing fossil fuel is burned. The most common species, sulfur dioxide, is a gas that is poisonous to both animals and പ്ലാന്റ്സ്. അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലാണ്, ഒരു പരിധിയിൽ അപ്പുറമായി കഴിഞ്ഞാൽ ഇത് പോയിസണസ് ആണ്. ഇറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ദാറ്റ് ഈവൻ എ ലോ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് കോസസ് റെസ്പിറേറ്ററി ഡിസീസസ്. ചെറിയ കോൺസെൻട്രേഷൻ നമ്മുടെ പരിധിയിൽ അപ്പുറം കൂടിക്കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവാം. ഹൗവർ ദ പ്രസൻസ് ഓഫ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ പൊല്യൂട്ടഡ് എയർ catalyst the oxidation of sulfur dioxide to sulfur trioxide. അപ്പോൾ ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ പ്രസൻസ് കൊണ്ട് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും. അവിടെ നമുക്ക് ഇക്വേഷൻ നോക്കാം. ഓക്സിഡേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ടു സൾഫർ ട്രയോക്സൈഡ് ആണ്. 2SO2 + O2 gives SO3, sulfur trioxide ഫോം ചെയ്തു. The reaction can also be promoted by ozone and hydrogen peroxide. ഈ ഹൈഡ്രജൻ ആൻഡ് പെറോക്സൈഡും ഇതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റും. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. SO2 + O3 gives SO3 + O2. SO2 + H2O2 gives H2SO4. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ആണ് ഇത് പ്രധാനമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ കോസ് ഇറിറ്റേഷൻ ടു ഐ റിസൾട്ടിങ് ഇൻ റെഡ്നെസ് ഓഫ് ഐ. കണ്ണിന് ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും, അത് കാരണം കണ്ണ് റെഡ് കളറായിട്ട് മാറും. പിന്നെ കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു സ്റ്റിഫ്നെസ് ഓഫ് ഫ്ലവർ ബഡ്സ്. അതായത് ഈ ചെടി പൂവൊക്കെ മൊട്ടിട്ട് വരുന്ന സമയത്ത് അത് സ്റ്റിഫായിട്ട് മാറും. സ്റ്റിഫായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി പോലെ ആവുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് പതുക്കെ ആ ഫ്ലവർ, ആ ബഡ് വിരിയുന്നതിന് മുന്നേ അത് കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ. അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. Next, oxides of nitrogen. Dinitrogen and dioxygen are the main constituents of air. എല്ലാവർക്കും അറിയാം N2 and O2 ആണ് നമ്മളുടെ എയറിൽ മെയിൻ ആയിട്ടുള്ളത്. These gases don't react with each other at normal temperature. At high altitude, when lightning strikes, they combine to form oxides of nitrogen. അപ്പോൾ നല്ല ഹൈറ്റുള്ള, ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ലെവലിനേക്കാളും കൂടുതൽ ഒരു 10 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് ആ ഒരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇടിമിന്നൽ വരുന്ന സമയത്താണ് ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഈ നൈട്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഫോം ചെയ്യും. NO2 is oxidized to nitrate ion. When fossil fuel is burned,
dinitrogen and dioxygen combine to yield significant quantities of nitric oxide and nitrogen dioxide. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തുള്ളത്. N2 പ്ലസ് O2 നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനും ഓക്സിജനും ഹൈ ടെമ്പറേച്ചറിൽ ഇടിമിന്നൽ അവിടെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് 1483 കെൽവിൻ ആണ് അവിടെ ടെമ്പറേച്ചർ കൊടുത്തത്. വി ഗെറ്റ് 2NO. ഇനി ഈ കിട്ടിയ NO റിയാക്ട്സ് ഇൻസ്റ്റന്റ്ലി വിത്ത് oxygen to give NO2. That is 2NO plus O2 gives 2NO2. The rate of production of NO2 is faster when nitric oxide reacts with ozone in the stratosphere. ഇതേ NO2ൻ്റെ പ്രൊഡക്ഷൻ ഈ നമുക്ക് ആദ്യം കിട്ടിയ NO സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് NO പ്ലസ് O3 ഗീവ്സ് NO2 പ്ലസ് O2. അപ്പോൾ ഇത് ഓസോൺ ലെയറിന് ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് മൂന്നാമത് കൊടുത്ത റിയാക്ഷൻ. NO പ്ലസ് O3 ഗീവ്സ് NO2 പ്ലസ് O2. Next, hydrocarbons. Hydrocarbons are composed of hydrogen and carbon only and are formed by incomplete combustion of fuel used in automobiles. ഓട്ടോമൊബൈൽസിലെ ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കാരണമാണ് ഈ ഒരു ഹൈഡ്രോകാർബൺ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോകാർബൺസ് ആർ കാർസിനോജനിക്, ദാറ്റ് ഈസ് ദേ ക്യാൻ കോസ് ക്യാൻസർ. ദേ ഹാം പ്ലാന്റ്സ് ബൈ കോസിങ് ഏജിങ്, ബ്രേക്ക് ഡൗൺ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഷെഡിങ് ഓഫ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ട്വിങ്സ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രോകാർബണിൻ്റെ പ്രസൻസ് കാരണം നമ്മളുടെ പ്ലാന്റ്സിന് അത് വളരെയധികം ദോഷകരമാണ്. അത് അതിൻ്റെ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതേപോലെ ഏജിങ് ഇൻ പ്ലാന്റ്സ്, അതിൻ്റെ ഇലകളും അതേപോലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് കാർബൺ. കാർബൺ മോണോക്സൈഡ് ആണ് ആദ്യം. കാർബൺ മോണോക്സൈഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് എയർ പൊല്യൂട്ടൻ. ഇറ്റ് ഈസ് എ കളർലെസ് ആൻഡ് ഓർഡർലെസ് ഗ്യാസ്, ഹൈലി പോയ്സണസ് to living beings because of its ability to block the delivery of oxygen to the organs and tissues. ഇത് നമ്മൾ P block elements എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. കാർബൺ മോണോക്സൈഡ് ഈസ് ഡേഞ്ചറസ് അല്ലെങ്കിൽ പോയിസണസ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ദാറ്റ് കോംപ്ലക്സ് ഈസ് 300 ടൈംസ് മോർ സ്റ്റേബിൾ ദാൻ ഓക്സി ഹീമോഗ്ലോബിൻ. നോർമൽ കണ്ടീഷനിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ഫോം ചെയ്യുക. അതുവഴിയാണ് ഓക്സിജൻ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് ഓക്സി ഹീമോഗ്ലോബിനേക്കാളും 300 ടൈംസ് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നശിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ പതുക്കെ ഓക്സിജൻ സപ്ലൈ നിന്നിട്ട് പതുക്കെ ഇറ്റ് ലീഡ്സ് ടു സഫക്കേഷൻ ആൻഡ് ഫൈനലി ഡെത്ത്. ഇറ്റ് ഈസ് മെയിൻലി റിലീസ്ഡ് ബൈ ഓട്ടോമൊബൈൽസ്. ഇറ്റ് ബൈൻഡ്സ് ടു ഹീമോഗ്ലോബിൻ ടു ഫോം കാർബൺ ഹീമോഗ്ലോബിൻ. അതിനെ തന്നെ നമ്മൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് അബൌട്ട് 300 ടൈംസ് മോർ സ്റ്റേബിൾ ദാൻ ഓക്സിജൻ ഹീമോഗ്ലോബിൻ കോംപ്ലക്സ്. ദിസ് റിസൾട്ട് ഇൻ ഹെഡേക്ക്, വീക്ക് ഐസൈറ്റ്, നെർവസ്നെസ് ആൻഡ് കാർഡിയോവസ്കുലർ ഡിസോർഡർ. അടുത്തത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ബൈ റെസ്പിറേഷൻ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഫോർ എനർജി ആൻഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. അപ്പോൾ നോർമൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നിന്നാണ് കൂടുതലായിട്ടും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നത്. നോർമലി ഇറ്റ് ഈസ് അബൌട്ട് 0.03% ബൈ വോളിയം ഓഫ് ദ അറ്റ്മോസ്ഫിയർ. Green plants need carbon dioxide for photosynthesis and they in turn emit oxygen. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. Thus maintaining the delicate balance. The increase in the amount of carbon dioxide in the air is mainly responsible for global warming. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് ഗ്ലോബൽ വാർമിംഗ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്.
About 75% of solar energy reaching the earth is absorbed by the earth's surface which increases its temperature. നമ്മളുടെ ഭൂമിയിലേക്ക് വരുന്ന 75% സൺസ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയിൽ തന്നെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കാരണം ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും. ദ റെസ്റ്റ് ഓഫ് ദ ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ബാക്ക് ടു ദ atmosphere. Some of the heat is trapped by gases like carbon dioxide, methane, ozone, chlorofluorocarbon compounds. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് CFCs. അത് റെഫ്രിജറേറ്റേഴ്സ് എന്നും ACs എന്നൊക്കെയാണ് കൂടുതലായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന സോളാർ എനർജീനെ ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. That is carbon dioxide, methane, ozone, CFCs and water vapor in the atmosphere. അത് അതിനെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുക. അത് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും. ദസ് ദേ ആഡ് ടു ദ ഹീറ്റിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ. ദിസ് ക്രോസസ് ഗ്ലോബൽ വാർമിംഗ്. ഇത് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ഗ്യാസസ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഗ്യാസസ് ആണ് അത്. Just as the glass in the greenhouse holds the sun's heat near the earth's surface and keeps it warm, this is called natural greenhouse. അപ്പം നഴ്സറീസിലൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ വളർത്തുന്ന സ്ഥലത്ത് നമ്മളൊരു ഗ്ലാസിൻ്റെ ഒരു ബ്ലാങ്കറ്റ് പോലെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഗ്ലാസിൻ്റെ ബ്ലാങ്കറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വരുന്ന സണ്ണിൻ്റെ റേസിനെ അത് ട്രാപ്പ് ചെയ്യും. അപ്പോൾ ചെടികൾക്ക് വളരാൻ ആവശ്യമായ വാംത്ത് ചൂട് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്ന സൂര്യൻ്റെ റേഡിയേഷനെ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുക. ആ ട്രാപ്പിങ് കാരണം അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുക. അത് കാരണമാണ് നമ്മളുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നത്. ആ അവസ്ഥേനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. Causes of global warming: increase in concentration of carbon dioxide which is emitted by automobiles and industries. അതൊരു കാരണമാണ്. Then increase in concentration of methane which is emitted when vegetation is burned, paddy fields, coal mines etc. ഇതിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന മീഥെയിൻ ഗ്യാസ്. Next, increase in concentration of CFCs which is commonly produced or emitted by refrigerators and ACs. ഇത് മൂന്നുമാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ട് വരുന്നത്. ഹൗ ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്. എങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാം? അതിന് 4 വഴികളാണ് പറയുന്നത്. റെഡ്യൂസ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ബൈ മിനിമൈസിങ് ദ യൂസ് ഓഫ് ഓട്ടോമൊബൈൽസ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത് നിർത്താവുന്നതാണ്. അതേപോലെ പ്ലാന്റ് ട്രീസ് ആൻഡ് എൻകറേജ് എഫോറസ്റ്റേഷൻ. കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവോയ്ഡ് ബേണിംഗ് ഓഫ് ഡ്രൈ ലീവ്സ്, വുഡ് എക്സെട്ര. നമ്മൾ ഉണങ്ങിയ ഇലകളൊക്കെ കത്തിക്കുന്നതിന് പകരം അതിനെ നമുക്ക് മാന്യൂറാക്കി മാറ്റാവുന്നതാണ്. അവെയർ ദ പബ്ലിക് അബൌട്ട് ദ ബാഡ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ പബ്ലിക്കിന് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുക ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ബാഡ് എഫക്ട്സിനെ കുറിച്ച്. അങ്ങനെ നമുക്ക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഈസ് ആസിഡ് റെയിൻ. We are aware that normally acid water has a pH of 5.6 due to the presence of hydrogen ion formed by reaction of rainwater with carbon dioxide present in the atmosphere. അപ്പോൾ സാധാരണ റെയിൻ വാട്ടറിൻ്റെ pH ആണ് 5.6. ആ 5.6 pHന് കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോൺ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് റെയിൻ വാട്ടർ വിത്ത് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. H2O plus CO2 gives H2CO3. കാർബോണിക് ആസിഡ് ആണ്, വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ്. ഈ വീക്ക് ആസിഡിൻ്റെ പ്രസൻസ് ആണ് റെയിൻ വാട്ടറിൻ്റെ pH 5.6 ആക്കി കുറയ്ക്കുന്നത്. ഇനി ഈ ഒരു pHലും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ആസിഡ് റെയിൻ എന്ന് വിളിക്കാം. വെൻ ദ pH ഓഫ് ദ റെയിൻ വാട്ടർ ഡ്രോപ്സ് ബിലോ 5.6 ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസസ് ആസിഡ് റെയിൻ. ഓക്സൈഡ്സ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. അതേപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡും
നൈട്രിക് ആസിഡും എല്ലാതും കൂടിയും ഉള്ള റെയിൻ വാട്ടറാണ് ആസിഡ് റെയിൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. Burning of fossil fuels such as coal and oil in power station or petrol and diesel in motor engines produces sulfur dioxide and nitrogen dioxide after oxidation and reaction with water are major contribution to acid rain. അതിൻ്റെ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തത്. 2SO2 plus O2 plus H2O gives 2H2SO4. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ആണ് ഈ സൾഫ്യൂരിക് ആസിഡ് ആയ H2SO4ൻ്റെ പ്രൊഡക്ഷന് കാരണം. അതേപോലെ 4NO2 plus O2 plus H2O gives 4HNO3. നൈട്രജൻ ഡയോക്സൈഡ് ആണ് ഈ HNO3, അതായത് നൈട്രിക് ആസിഡിന് പ്രൊഡക്ഷൻ്റെ കാരണമായിട്ട് വരുന്നത്. Next, results of acid rain. Acid rain is harmful to agriculture, trees, plants. Acid dissolves and washes away nutrients needed for their growth. It causes respiratory ailments in human beings and animals. അപ്പോൾ ഈ ഒരു ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ആസിഡ് വീണ് കഴിഞ്ഞാൽ അത് ട്രീസിനും പ്ലാന്റ്സിനൊക്കെ ഹാനികരമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കും. അതേപോലെ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ്, അനിമൽസിലും ഹ്യൂമൻ ബീങ്സിലും റെസ്പിറേറ്ററി ഡിസീസസിന് കാരണമാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. വെൻ ആസിഡ് റെയിൻ ഫോൾസ് ആൻഡ് ഫ്ലോസ് ആസ് ഗ്രൗണ്ട് വാട്ടർ to reach river, lakes, etc. It affects plants and animal life in aquatic ecosystem. അത് റിവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ റിവറിലെ അക്വാട്ടിക് സിസ്റ്റത്തിനെയാണ് അത് നശിപ്പിക്കുന്നത്. അതിൽ വളരുന്ന പ്ലാന്റ്സിനെയും അതേപോലെ അക്വാട്ടിക് ആനിമൽസിനെയും അത് നശിപ്പിക്കും. ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിങ് ഇൻ ലീക്കിംഗ് ഓഫ് ഹെവി മെറ്റൽസ് സച്ച് ആസ് അയൺ, ലെഡ് ആൻഡ് കോപ്പർ ഇൻ ടു ഡ്രിങ്കിങ് വാട്ടർ. വാട്ടർ പൈപ്സിൻ്റെ മുകളിൽ ഈ ആസിഡ് റെയിൻ വീണ് കഴിഞ്ഞാൽ ആ വാട്ടർ പൈപ്സ് പതുക്കെ കൊറോഡ് ചെയ്യും. കൊറോഷൻ നടക്കുമ്പോൾ ഈ വാട്ടർ സപ്ലൈൻ്റെ കൂടെ ഈ ഹെവി മെറ്റൽസ് അതിലേക്ക് മിക്സപ്പ് ആവും. അയൺ, ലെഡ്, കോപ്പർ പോലത്തെ ഹെവി മെറ്റൽസൊക്കെ അതിലേക്ക് മിക്സപ്പ് ആവും. അത് മിക്സ് ചെയ്ത വെള്ളമാണ് പിന്നെ നമ്മൾ കുടിക്കുന്നത്. അത് ഭാവിയിൽ നമുക്ക് പല ഡിസീസസിനും കാരണമാവാം. How to reduce acid rain? Reduce the use of automobiles. ഒന്നാമത് നമുക്ക് ഓട്ടോമൊബൈൽസിൻ്റെ യൂസ് കുറയ്ക്കാം. അപ്പോൾ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് കുറയും. എൻകറേജ് ദ യൂസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് കോൾ. നാച്ചുറൽ ഗ്യാസിൻ്റെ യൂസ് എൻകറേജ് ചെയ്യാവുന്നതാണ്. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസ് ടു റെഡ്യൂസ് ദ എമിഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ വെഹിക്കിൾസിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ എമിഷൻ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാവുന്നതാണ്. അസിഡിറ്റി ഓഫ് സോയിൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആഡിങ് പൗഡേർഡ് ലൈംസ്റ്റോൺ. അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബേസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക സോയിലിലേക്ക്. ദെൻ അവെയർ ദ പബ്ലിക് അബൌട്ട് ആസിഡ് റെയിൻ. അവെയർനെസ് ക്ലാസ്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ഈ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് കുറയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്മോഗ്. ദ വേർഡ് സ്മോഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, ഇത് നമ്മൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന ടോപ്പിക്കിലാണ് ഈ സ്മോഗ് വരുന്നത്. അപ്പോൾ ആ സ്മോഗ് എന്ന് പറയുന്ന വേർഡ് എവിടുന്നാണ് വന്നത് നോക്കാം. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സ്മോക്ക് ആൻഡ് ഫോഗ്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് എയർ പൊല്യൂഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ മെനി സിറ്റീസ് ത്രൂ ഔട്ട് ദ വേൾഡ്. There are two types of smog: classical smog and photochemical smog. Classical smog occurs in cool, humid climate. It is a mixture of smoke, fog, and sulfur dioxide. Chemically, it is reducing mixture, and so it is also called reducing smog. അപ്പോൾ ക്ലാസിക്കൽ സ്മോഗിൻ്റെ പ്രത്യേകത കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ഫോം ചെയ്യുക. മിക്സ്ചർ ഓഫ് സ്മോക്ക്, ഫോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആണ്. അതിൻ്റെ വേറൊരു പേരാണ് റെഡ്യൂസിങ് സ്മോഗ്. അടുത്തത് ഫോട്ടോകെമിക്കൽ സ്മോഗ് ആണ്. ഒക്കർ ഇൻ വാം, ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റ്. മെയിൻ കമ്പോണൻസ് റിസൾട്ട് ഫ്രം ദ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് and nitrogen oxides produced by automobiles and factories. Photochemical smog has high concentration of oxidizing agent and is therefore called oxidizing smog. അപ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
അത് വാം ഡ്രൈ സണ്ണി ക്ലൈമറ്റിലാണ് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, നൈട്രജൻ ഓക്സൈഡ്സ് എക്സെട്ര. പിന്നെ ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡൈസിങ് സ്മോഗ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസസ് ചോദിക്കാറുണ്ട്, ക്ലാസിക്കൽ സ്മോഗ് ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോഗിൻ്റെ ഡിഫറൻസസ്. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. എങ്ങനെയാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്നത് നോക്കാം. വെൻ ഫോസിൽ ഫ്യൂവൽസ് ആർ ബേൺഡ്, എ വെറൈറ്റി ഓഫ് പൊല്യൂട്ടൻസ് ആർ എമിറ്റഡ് ഇൻ ടു ദ Earth's troposphere. A chain reaction takes place between hydrocarbons and nitrogen oxides in interaction with sunlight and forms nitrogen dioxide. This nitrogen dioxide absorbs energy and breaks up into nitric oxide and free atomic oxygen. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നൈട്രജൻ ഡയോക്സൈഡ് എനർജി അബ്സോർബ് ചെയ്തിട്ട് NO ആൻഡ് O ആയിട്ട് മാറുകയാണ്. ഓക്സിജൻ ആറ്റംസ് ആർ വെരി റിയാക്റ്റീവ് ആൻഡ് കമ്പൈൻസ് വിത്ത് ഡൈഓക്സിജൻ ടു ഫോം ഓസോൺ. അതിൽ ഫോം ചെയ്ത അറ്റോമിക് ഓക്സിജൻ, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് അറ്റോമിക് ഓക്സിജൻ കിട്ടി, NO+O ആണല്ലോ കിട്ടിയത്. ആ അറ്റോമിക് ഓക്സിജൻ ഡൈഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് ഓസോൺ ഫോം ചെയ്യും. O+O2 ഗീവ്സ് O3. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ദ ഓസോൺ ഫോംഡ് ഇൻ ദ above equation, that is second equation, reacts rapidly with NO gas formed in equation 1. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് NO ഗ്യാസ് കിട്ടിയിരുന്നു, അതുമായിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കിട്ടിയ ഓസോൺ റിയാക്ട് ചെയ്യും ടു ജനറേറ്റ് നൈട്രജൻ ഡയോക്സൈഡ്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. NO+O3 gives NO2+O2. Ozone is toxic gas and both nitrogen dioxide and ozone are strong oxidizing agent and can react with unburned hydrocarbon in polluted air to produce chemicals such as formaldehyde, acrolein and peroxyacetyl nitrate. ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഈസ് എ മിക്സ്ചർ ഓഫ് അൺബേൺഡ് ഹൈഡ്രോകാർബൺ, ഫോർമാൽഡിഹൈഡ്, അക്രോലിൻ ആൻഡ് പെർഓക്സി നൈട്രേറ്റ്. അപ്പോൾ അത്രയാണ്. അതിനെയാണ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റിനെയാണ് നമ്മൾ പാൻ എന്ന് വിളിക്കുന്നത്, PAN. Next, effects of photochemical smoke. They damage metals, stones, buildings and materials. Produce irritation in eye and respiratory system. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഐനെയൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചൊരു റെഡ് കളറിലുള്ള ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് അപ്പിയർ ചെയ്യുക. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. ഒരു റെഡിഷ് കളർ കംപ്ലീറ്റ് ടൗണിൽ, അത് സാധാരണ ഓട്ടോമൊബൈൽസ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണാറ്. അപ്പോൾ അവിടെ ഫുള്ള് ഒരു റെഡിഷ് കളറിൽ മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. How we can control photochemical smoke? Use catalytic converters in automobiles which prevent the release of nitrogen oxide and hydrocarbons to the atmosphere. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓട്ടോമൊബൈൽസിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പരിധി വരെ നൈട്രജൻ ഡയോക്സൈഡ് അതേപോലെ ഹൈഡ്രോകാർബൺസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത് കുറയ്ക്കാവുന്നതാണ്. സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് പൈനസ്, അതായത് പൈൻ മരങ്ങൾ, ക്യാൻ മെറ്റബോളൈസ് നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡിനെ ഇതിന് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയും. സോ ദെയർ പ്ലാന്റേഷൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദീസ് ഓക്സൈഡ്സ്. അപ്പോൾ നമ്മൾ ഈ ടൗണിലൊക്കെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് കൂടുതൽ കാണുന്ന സ്ഥലങ്ങളിൽ, പിന്നെ ടൗണിൽ നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡുകളിലുമായിട്ട് പൈൻ മരങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. Next, water pollution. Water is essential for our life. Without water, there would be no life. Pollution of water originates from human activities. Through different paths, pollution reaches surface. നമ്മളെ സർഫേസിലേക്ക് എത്തുകയാണ്. Or groundwater. Easily identified sources of pollution is called a point source, that is municipal industrial discharge pipes where pollutants enter water sources. നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ വാട്ടർ പൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അത് മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റും മുനിസിപ്പൽ വേസ്റ്റും ഒക്കെയാണ് അതിനുള്ള കാരണം.
നെക്സ്റ്റ് അതിൽ പഠിക്കാനുള്ളത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് BOD. അതെന്താ നോക്കാം. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ certain വോളിയം ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ. ഒരു സാമ്പിൾ ഓഫ് വാട്ടറിൽ എമൗണ്ട് ഓഫ് ഓക്സിജന് ബാക്ടീരിയയ്ക്ക് അവിടുത്തെ ബാക്ടീരിയയ്ക്ക് അതിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണോ അതിനെയാണ് നമ്മൾ BOD എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഒരു സാമ്പിൾ ഓഫ് വാട്ടറിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും. ആ ഓർഗാനിക് മാറ്ററിൽ ആ വെള്ളത്തിലുള്ള ബാക്ടീരിയയ്ക്ക് ആ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണോ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് BOD എന്ന് പറയുന്നത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മളതിനെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും വിളിക്കാറുണ്ട്. The amount of BOD in water is a measure of amount of organic material in water. അപ്പോൾ BOD മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആ വാട്ടർ പൊല്യൂട്ടഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ക്ലീൻ വാട്ടർ വുഡ് ഹാവ് BOD വാല്യൂ ലെസ് ദാൻ 5 ppm പാർട്സ് പെർ മില്യൺ. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ അതിൻ്റെ BOD വാല്യൂ 5 ppmലും താഴെയായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അതിൽ ഓർഗാനിക് മാറ്റർ കുറവാണ്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് കുറച്ച് ഓക്സിജൻ മതി അതിനെ ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെറാസ് ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ വുഡ് ഹാവ് BOD വാല്യൂ ഓഫ് 17 ppm ഓർ മോർ. അതായത് ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ അതിൽ ഓർഗാനിക് മാറ്റർ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ബാക്ടീരിയയ്ക്ക് കൂടുതൽ ഓക്സിജൻ വേണം അതിനെ ഡീകമ്പോസ് ചെയ്യാൻ. അതുകൊണ്ട് അവിടെ വാല്യൂ 17 പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ അതിലും കൂടുതലാവാറുണ്ട്. അപ്പോൾ ലെസ് BOD ആണെങ്കിൽ വാട്ടർ ഈസ് പ്യുവർ. BOD വാല്യൂ കൂടുതലാണെങ്കിൽ വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ്. നെക്സ്റ്റ് ഗ്രീൻ കെമിസ്ട്രി എന്താ നോക്കാം. ഇറ്റ് മീൻസ് പ്രൊഡ്യൂസിങ് ദ കെമിക്കൽസ് ഓഫ് അവർ ഡെയിലി നീഡ്സ് യൂസിങ് സച്ച് റിയാക്ഷൻസ് ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് വിച്ച് നൈദർ യൂസ് ടോക്സിക് കെമിക്കൽസ് നോർ എമിറ്റ് സച്ച് കെമിക്കൽസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് കെമിസ്ട്രി ഫോക്കസ്ഡ് ഓൺ ദ ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് മിനിമൈസ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് കെമിസ്ട്രി focused on the design of products and processes that minimize the use and generation of dangerous substances. നമ്മൾ ഡേഞ്ചറസ് സബ്സ്റ്റൻസസിൻ്റെ ജനറേഷൻ കുറച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊഡക്ഷനൊക്കെ അതേപോലെ തന്നെ നടത്തുന്ന ആ ഒരു മേഖലയിലുള്ള ഒരു കെമിസ്ട്രീനെയാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സിൽ ടെട്രാ ക്ലോറോ ഈഥെയ്ൻ വാസ് ഏർലിയർ യൂസ്ഡ് ആസ് സോൾവെൻറ്റ് ഫോർ ഡ്രൈ ക്ലീനിങ്. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ടെട്രാ ക്ലോറോ എത്തീൻ ആയിരുന്നു. ടെട്രാ ക്ലോറോ എത്തീൻ അവിടെ CCl2 ഡബിൾ ബോണ്ട് CCl2 അതാണ് അതിൻ്റെ സ്ട്രക്ചർ. ദ കോമ്പൗണ്ട് കണ്ടാമിനേറ്റ്സ് ദ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ഈസ് ഓൾസോ എ സസ്പെക്റ്റഡ് കാർസിനോജൻ. ക്യാൻസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ദ പ്രോസസ് യൂസിങ് ദിസ് കോമ്പൗണ്ട് ഈസ് നൗ ബീൻ റീപ്ലേസ്ഡ് ബൈ എ പ്രോസസ് വെർ ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ് വിത്ത് സ്യൂട്ടബിൾ ഡിറ്റർജൻസ് ആർ യൂസ്ഡ്. ഇപ്പം നമ്മൾ ഈ ടെട്രാ ക്ലോറോ എത്തീനിന് പകരം യൂസ് ചെയ്യുന്നത് ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ് വിത്ത് സ്യൂട്ടബിൾ ഡിറ്റർജൻസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം. അപ്പോൾ ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അതേപോലെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടിയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹാലോജനേറ്റഡ് സോൾവെൻറ്റ് ബൈ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് വിൽ റിസൾട്ട് ഇൻ ലെസ് ഹാം ടു ഗ്രൗണ്ട് വാട്ടർ. These days, hydrogen peroxide is used for the purpose of bleaching clothes in the process of laundry, which gives better results and makes use of lesser amount of water.
അതേപോലെ തന്നെ ഈ ലോണ്ടറീസിലൊക്കെ ക്ലോത്ത് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ട് ക്ലോറിൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ പൊല്യൂഷൻ ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതാണ്. അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സം എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ ക്ലീനിങ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ടെട്രാ ക്ലോറോ എത്തീന് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ആ പ്രോസസ്സ് അതേപോലെ നമ്മൾ നടത്തുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി കെമിക്കൽസ് ആയിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. ക്ലോറിൻ ഗ്യാസ് വാസ് യൂസ്ഡ് ഏർലിയർ ഫോർ ബ്ലീച്ചിങ് പേപ്പർ. പണ്ട് നമ്മൾ ക്ലോറിൻ ഗ്യാസ് ആയിരുന്നു പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. ദീസ് ഡേയ്സ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് വിച്ച് പ്രൊമോട്ട്സ് ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൻ കാറ്റലിസ്റ്റ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസിനെക്കാട്ടിലും കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ കുറേ പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബ്ലീച്ചിങ് ഓഫ് പേപ്പർ എന്ന് പറയുന്ന പ്രോസസ്സ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിലാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിന്തസിസ് ഓഫ് കെമിക്കൽസ്. അവിടെ എഥനാൽ CH3CHO ഈസ് നൗ കമേഴ്ഷ്യലി പ്രിപ്പയർഡ് ബൈ 1-step oxidation of ethene in the presence of ionic catalyst in aqueous medium with a yield of 90%. ആ ഇക്വേഷൻ നോക്കൂ. CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ പ്ലസ് O2 ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അവിടെ നമുക്ക് കിട്ടുക CH3CHO എഥനാൽ കിട്ടി. 90% എഥനാലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഇല്ല എന്നാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വേണ്ട പ്രൊഡക്റ്റായ എഥനാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇത് 2ഉം 3ഉം സ്റ്റെപ്പിൽ നടത്തിയിരുന്ന പ്രോസസ്സാണ്. ആ 2ഉം 3ഉം സ്റ്റെപ്പിൽ നടത്തുമ്പോൾ നമുക്ക് കുറേ ബൈ പ്രൊഡക്ട്സും കിട്ടിയിരുന്നു. അതൊക്കെ നമ്മളുടെ എൻവയോൺമെൻറ്റിന് ദോഷകരമായിട്ടുള്ള ബൈ പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അവിടെ തന്നെ നമുക്ക് 90% ഈൽഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തത്, സിന്തസിസ് ഓഫ് കെമിക്കൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കെമിസ്ട്രീൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ +1 പോർഷൻസ് തീരുകയാണ്. എല്ലാവരും നന്നായി പഠിച്ച് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ.